പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി. നീ എൻ്റെ ഉള്ളം തുറന്ന നേരം ഞാനൊരു സംഗീതരാഗമായി. പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 71 സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയെ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ആമേൻ. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ദൈവമക്കളെ, പ്രശ്നങ്ങളെ നേരിട്ട് തളർന്നു നിൽക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ. ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയെ കർത്താവെ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മൾ കണ്ടു. എന്നിട്ടും എന്തേ ഇന്ന് ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നേ ദൈവത്തിൽ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഗ്ലോറി, സ്തോത്രം. മാത്രമല്ല, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ എന്നാണ് പറഞ്ഞത്. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ്. നമ്മളത് അനുഭവിച്ചറിയല്ലേ ദൈവമക്കളെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. ആമേ, സ്തോത്രം. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. ഗ്ലോറി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഇതല്ലാതെ വേറെന്താ ഒരു ദൈവവചനമുള്ളത്? എപ്പോഴും 2 ദൈവമക്കൾ കൂടുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കേട്ട വചനങ്ങളും കിട്ടിയ മെസ്സേജുകൾ എന്തൊക്കെയാണോ അതൊക്കെയും പാട്ടും പ്രാർത്ഥനയും നമുക്ക് ഇതെല്ലാം കൂടെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയെ തീരുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുകൊണ്ട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, കേട്ട വചനത്തെക്കുറിച്ചൊന്ന് പറയുമ്പോൾ ദൈവമക്കൾ കൂടുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ. കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മൾ കേട്ട് അതിന് കിട്ടിയ ഉപദേശങ്ങൾ, അതിൽ കൂടി കിട്ടിയ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവമക്കളെ, നമ്മൾ എത്ര സന്തോഷത്തിലാണ്. നമുക്കെടുത്ത് പറയുന്നത് എന്താ ഉള്ളത്? ലോകത്തിൽ നമ്മളൊന്നും നേടിയില്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ഒരുപാട് നേടിയത് നേടേണ്ടവർ നേടട്ടെ, നേടുവാനിടയാകട്ടെ, എല്ലാവരും നേടുവാനിടയാകട്ടെ. പക്ഷേ ദൈവമക്കളെ, ആത്മാവിനെ നേടിയില്ലെങ്കിൽ ഒന്നുമില്ല. ആത്മാവിനെ നേടാൻ ഈ കഷ്ടതയും ഈ സങ്കടങ്ങളും ഈ വേദനയും ഈ നിന്ദയും പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ ആ കരങ്ങളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന യാത്രയുണ്ടല്ലോ, അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ആമേ, സ്തോത്രം. ഓരോ ദിവസവും നമ്മൾ കർത്താവിൽ ബലപ്പെടുകയാണ്. നീ തന്നെ എൻ്റെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അതേ ദൈവമക്കളെ, 6 വാക്യം പറഞ്ഞു, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. സ്തുതിച്ച് ദൈവത്തിന് വേണ്ടി പാടിയും വാഴ്ത്തിയും കർത്താവിന് വേണ്ടി ആയിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ കർത്താവേ, യേശുവേ സ്തോത്രം. ഈ സമയം വരെയും അവിടുന്ന് പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ പ്രവർത്തികളൊക്കെയും അത്യത്ഭുതമാണ് കർത്താവേ. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. യേശുവേ, ദാവീദ് പുത്ര, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്ന കർത്താവേ. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നിർമ്മലമായൊരു ഹൃദയം അത് മാത്രം നിങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം തന്ന ഉപകാരങ്ങൾ മാത്രം ഓർക്കുന്ന മനസ്സ് തന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. നന്ദിയുള്ളൊരു മനസ്സ് മാത്രം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ആ പാദപീഠത്തിലെ വാടാ മലരായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ, സ്തോത്രം.